وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ചും ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. പരിശുദ്ധ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ, അതുപോലെ തന്നെ കഴിഞ്ഞ ഖുതുബയിൽ ഖദിർ അലൈഹിസ്സലാമിൻ്റെയൊക്കെ ചരിത്രമാണ് നാം പഠിച്ചത്. മുഹറം മാസം അതിൻ്റെ അവസാന നാളുകളിലെത്തുമ്പോൾ വളരെ സുപ്രധാനമായ മറ്റൊരു കാര്യം കൂടി വിശ്വാസികളുടെ സജീവ സ്മരണയിൽ മായാതെ മങ്ങാതെ നിൽക്കേണ്ടതുണ്ട്. അത് ഹിജ്റയുമായി ബന്ധപ്പെട്ട പാഠങ്ങളും സന്ദേശങ്ങളുമാണ്. നാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഹിജ്റ നടന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ മുഹറം മാസത്തിലല്ലെങ്കിലും ഹിജ്റ കലണ്ടറിലെ ആദ്യ മാസമായ മുഹറം മാസത്തിലാണ് അതേക്കുറിച്ച് വിശ്വാസി സമൂഹം പഠിക്കാറുള്ളത്, ചർച്ച ചെയ്യാറുള്ളത്. ഹിജ്റയെപ്പറ്റി അറിയാത്തവർ വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ടാവുകയില്ല. ആ ഹിജ്റ നൽകുന്ന പാഠം പക്ഷേ പ്രയോഗവൽക്കരിക്കുന്നതിൽ മുസ്ലിം ഉമ്മത്ത് എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്നത് സംശയാസ്പദമാണ്. അത്രയേറെ പാഠങ്ങൾ അത് വിശ്വാസി സമൂഹത്തിന് നൽകുന്നുണ്ട്. ഏത് കാലത്തും പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു ഉമ്മത്താണ് മുസ്ലിം ഉമ്മത്ത്. നമുക്ക് തോന്നും ഇപ്പോൾ ചില വർഗീയ ദുശക്തികൾ ഈ ബഹുസ്വര സമൂഹമായ ഇന്ത്യ മഹാരാജ്യത്ത് എന്തുകൊണ്ട് വിശ്വാസി സമൂഹത്തെ ഇത്രമാത്രം വേദനിപ്പിക്കുന്നു, അപരവൽക്കരിക്കുന്നു, അവർ വിശ്വാസി സമൂഹത്തിനെതിരെ വളരെ മോശമായ ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലൊക്കെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അത് ആർക്കും അറിയാത്തതല്ല. ഓരോ കാലഘട്ടത്തിലും അത് ഒരാളല്ലെങ്കിൽ ഒരാൾ അതങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്ത് അതിനെയൊക്കെ അതിജീവിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലയെപ്പറ്റി ചില ദുഷ്ട ചിന്താഗതിക്കാർക്ക് അവർ പെറ്റുകൂട്ടുന്നു എന്നതാണ് പ്രശ്നം. അത് വലിയൊരു അപാകതയായി കാണേണ്ടതില്ല. അങ്ങനെയല്ല ഇപ്പോൾ മുസ്ലിം ഉമ്മത്ത് എന്നുള്ളത് വേറൊരു വിഷയം. ഇസ്ലാം ആ പ്രസവത്തെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്, കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത്, അവളെ വളർത്തുന്നത്, പോറ്റുന്നതൊക്കെ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിനെ നഖശികാന്തം എതിർത്തിരുന്ന രാജ്യങ്ങളും ആളുകളും ഒക്കെ ഇപ്പം അതിൽ വളരെയധികം ഖേദിക്കുന്നു. ആ ഒരു ഖേദപ്രകടനം മാത്രമാണ് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
അത്രയേറെ ജനസംഖ്യാ വർധനവിനെ പേടിച്ച ആളുകൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കുട്ടി ഉണ്ടായി കിട്ടിയാൽ അവർക്ക് വലിയ ഭാരിച്ച സമ്മാനങ്ങൾ ഓഫർ ചെയ്തിരിക്കുകയാണ്. അത്യന്താധുനിക യുഗത്തിലെ സമുന്നതമായ സംസ്കാരം പുലർത്തുന്നു എന്ന് പറയുന്ന രാജ്യങ്ങളടക്കം, അത് ഹൈസ്കൂളിൽ നിന്ന് കുട്ടി ഉണ്ടായാലും വേണ്ടിയില്ല, പ്ലസ് ടു ഉണ്ടായാലും വേണ്ടിയില്ല, എങ്ങനെയെങ്കിലും കുട്ടി ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതം നയിക്കണമെന്നില്ല. വ്യഭിചാരത്തിലൂടെ നിങ്ങൾ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കൂ, നിങ്ങൾക്ക് സമ്മാനമുണ്ട് എന്ന് ഉത്തരവാദപ്പെട്ട ഭരണാധികാരികൾ കുട്ടികളോട് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഈ വിവരദോഷികൾ പെറ്റുകൂട്ടുന്നതിൻ്റെ ദോഷത്തെക്കുറിച്ച് പറയുന്നത്. മുസ്ലിമീങ്ങൾക്ക് ചെറിയൊരു സംഘടിത ശക്തിയുണ്ട് എന്നും അവർ അതുപയോഗിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ അന്യായമായി നേടിയെടുക്കുന്നു എന്നും വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ചില പൊറാട്ട് നാടകങ്ങൾ എന്ന് നമ്മൾ പറയുന്ന അത്തരം കളികൾ മാത്രമാണ് അവിടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് കാലഘട്ടത്തിലും മുസ്ലിമീങ്ങൾക്ക് വളരെയേറെ എതിർപ്പുകൾ, പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അതേ തുടർന്ന് മുസ്ലിമീങ്ങൾക്ക് അവരുടെ വിശ്വാസവും കൊണ്ട് നാടുവിടേണ്ടി വന്നിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഹിജ്റ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇനി ഹിജ്റ വേണ്ട എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോഴും ഹിജ്റ എന്ന ആ സംഗതി വിശ്വാസിയുടെ മനസ്സിൽ മായാതെ മങ്ങാതെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിൽക്കേണ്ടതുണ്ട്. ഹജറയിൽ നിന്നാണ് ഹിജ്റ വന്നത്. ഹജറ എന്ന് പറഞ്ഞാൽ വെടിഞ്ഞു എന്നാണ്, മൈഗ്രേറ്റഡ് എന്നാണ്. മൈഗ്രേഷൻ നടത്തുന്നത് പിന്നെ വിശ്വാസികൾ മാത്രമല്ല കേട്ടോ, മനുഷ്യന്മാർ മാത്രമല്ല, ചില മൃഗങ്ങൾ, ധാരാളം പക്ഷികൾ. ആർട്ടിക് ടേൺ എന്ന് പറയുന്ന പക്ഷി ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് ഈ രൂപത്തിൽ ഒരു പിന്നെ മൈഗ്രേഷൻ നടത്താറുണ്ട്. അതെന്തിനാണെന്നറിയോ? അനുകൂലമായ കാലാവസ്ഥയിൽ സന്താന പരമ്പരകൾ ഉണ്ടാകാൻ, സന്താനങ്ങൾ ഉണ്ടാകാൻ, പ്രത്യുൽപാദനം നടക്കാൻ, ഭക്ഷണം കിട്ടാൻ. ഏറ്റവും 30,000-ഓളം കിലോമീറ്ററാണ് അത്ര ആർട്ടിക് ടേൺ എന്ന പക്ഷി ഇങ്ങനെ കാലാവസ്ഥയെ അതിജീവിക്കാൻ വേണ്ടി, അവയുടെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യുൽപാദനം നടത്താൻ വേണ്ടി ഒക്കെ പറന്ന് വേറൊരു നാട്ടിലെത്തുന്നത്. നമ്മുടെ നാട്ടിലും അങ്ങനെ ചില പ്രത്യേക സീസണിൽ എത്തപ്പെടുന്ന പക്ഷികളെക്കുറിച്ച് നമുക്കറിയാം. ചില മൃഗങ്ങൾ അങ്ങനെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനനുകൂലമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന വിശ്വാസികൾക്ക് വേണമെങ്കിൽ നാടുവിട്ടുപോകാം. അള്ളാഹുവിന്റെ പവിശാലമായ ഭൂമിയിൽ എന്തിന് നിങ്ങൾ അങ്ങനെ അള്ളിപ്പിടിച്ചൊരോട് തന്നെ നിൽക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് പിന്നെ അത്തരം സാഹചര്യങ്ങൾക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. കാരണം വേറൊരു നാട്ടിൽ ചെന്ന് പാർക്കുക, അവിടുത്തെ വിസ സമ്പാദിക്കുക, അവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് കുറെ നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ ഈ ഭൂമി മുഴുവൻ അല്ലാഹുവിൻ്റേതാണെന്നും ആ ഭൂമിയിലേക്ക് നിങ്ങൾ യഥേഷ്ടം സഞ്ചരിക്കാമെന്നും വിശ്വാസി സമൂഹത്തോട് പറയുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളും നടത്തിയ ആ ഹിജ്റയുണ്ടല്ലോ, അത് ചരിത്രത്തിൽ ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നതാണ്. മനുഷ്യന്മാര് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് താമസം മാറ്റുമ്പോൾ, അല്ലെങ്കിൽ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ കുടിയേറിപ്പാർക്കുമ്പോഴാണ് അവരുടെ വിശ്വാസവും അവരുടെ സംസ്കാരവും ആ പുതിയ നാട്ടിലേക്ക് എത്തുന്നത്. ദീനുൽ ഇസ്ലാം ഈ കൊച്ചു കേരളത്തിലും ഇന്ത്യ മഹാരാജ്യത്തു എത്തിയതും ആ രൂപത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ വിശ്വാസി സമൂഹം ഇങ്ങോട്ട് ഹിജ്റ നടത്തിയിട്ടുണ്ട്, അതല്ലെങ്കിൽ നാട് വിട്ടെത്തിയിട്ടുണ്ട്. അത് കച്ചവടാർത്ഥമാണെങ്കിലും അതോടൊപ്പം തന്നെ അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കുക, ദഅവത്ത് നടത്തുക എന്ന മഹത്തായ ഒരു ലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അത് ഇസ്ലാമിക ചരിത്രത്തിൽ പുതിയ നാഗരികതക്കാണ് തുടക്കം കുറിച്ചത്. ഹിജ്റ, വിശ്വാസികളുടെ ഹിജ്റ, അവരുടെ വിശ്വാസവും സംസ്കാരവും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗമായിരുന്നു യഥാർത്ഥത്തിൽ ഹിജ്റ.
ക്രൂരമായ മർദ്ദനങ്ങൾ സത്യനിഷേധികളിൽ നിന്ന് വിശ്വാസി സമൂഹത്തിന് ഏൽക്കേണ്ടി വന്നപ്പോ ആദ്യം എത്യോപ്യയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. അതൊരു ആഫ്രിക്കൻ കൺട്രിയാണ്. ഒരിക്കലും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതായപ്പോൾ അവർ തിരിച്ചു വന്നിട്ടുണ്ട്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സന്ദേശം സമ്മാനിക്കുന്ന മഹത്തായ ഒരു ഹിജ്റ അഥവാ വിശുദ്ധ പലായനമാണ് വിശ്വാസികൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ഹിജ്റ. നമുക്കറിയാവുന്ന ചരിത്രമാണ്, നിരവധി തവണ നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അതേക്കുറിച്ച് പരത്തി പറയേണ്ടതില്ല. ഒരു കാര്യം സത്യമാണ്, ഹിജ്റ എന്നത് പെട്ടെന്നുണ്ടായ ഒരു എടുത്തുചാട്ടത്തിന്റെ പ്രതിഫലനമായിരുന്നില്ല. അത് വിശ്വാസി സമൂഹം മനസ്സിലാക്കണം. ഒരു എടുത്തുചാട്ടമായിരുന്നില്ല, അതൊരു ഒളിച്ചോട്ടവുമായിരുന്നില്ല. മറിച്ച് വളരെ പവിത്രമായ വിശുദ്ധമായ ഒരു പലായനമായിരുന്നു അത്. അവിടെ വിശ്വാസികൾക്ക് തങ്ങളുടെ എല്ലാം ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട്. വലിയ ഒരു സബ്മിഷൻ. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നവനാണ്. ഇത്തരത്തിലുള്ള ഒരു വലിയ ജീവാർപ്പണം തന്നെ അല്ലെങ്കിൽ ബലിദാനം തന്നെ അതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരും നിർദ്ദയമായ മർദ്ദനങ്ങള് അവിശ്വാസികളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് ഹിജ്റയെപ്പറ്റി പഠിപ്പിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഞാൻ എല്ലാവർക്കും മക്ക വിട്ട് മദീനയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ജാഥയായി പോയതല്ല. അഖബത്തുൽ ഊല, അതുപോലെ തന്നെ അതിനോട് തുടർന്നുള്ള ഒരുപാട് സംഭവവികാസങ്ങളുണ്ട്. അതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം ആസൂത്രണം ചെയ്താണ് നടപ്പാക്കിയത്. എന്ന് പറഞ്ഞാൽ ആദ്യം മദീനയിലെ വിശ്വാസികളായ ആളുകളെ ഒരു ഹജ്ജിന്റെ സീസണിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക മുശ്രിക്കുകളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൂട്ടി അവരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. അതിനുശേഷം അവർക്ക് ഇസ്ലാം മതം ശരിയായ രൂപത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ആ ശരിയായ വിശ്വാസവും ആദർശവും അവരിൽ വളർന്നു വരികയും ഏത് ഘട്ടത്തിലും പ്രവാചകനെയും വിശ്വാസികളെയും ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുന്ന ഒരു ജനവിഭാഗം മദീനയിൽ ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് അത്ര കൊട്ടിഘോഷിക്കാതെ ഓരോരുത്തരായി രഹസ്യമായി മദീനയിലേക്ക് വിശ്വാസി സമൂഹം ഹിജ്റ പോയിക്കൊണ്ടിരുന്നത്. അവസാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഹിജ്റ പോകുന്ന രംഗം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. തബൂക്ക് യുദ്ധവേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുന്നതിൽ ചില ആളുകളെങ്കിലും ഭൗതികമായ ചില കാര്യങ്ങളുടെ പേരിൽ മാറി നിന്നപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഹിജ്റയെക്കുറിച്ച് പരാമർശിച്ചത്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്, നിങ്ങൾ ആരും അള്ളാഹുവിന്റെ പ്രവാചകനെ സഹായിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിലും ഒരു കാര്യം ഓർക്കണം, ഫഖദ് നസറഹുല്ലാഹ്, ആ അള്ളാഹുവിന്റെ ദൂതനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചിട്ടുണ്ട്. ഇദ് അഖ്റജഹുല്ലദീന കഫറൂ സാനിയസ്നൈൻ, അങ്ങനെ രണ്ടാളുകളെ സത്യനിഷേധികൾ നാട്ടിൽ നിന്ന് പുറത്താക്കിയ സന്ദർഭത്തിൽ ഒരു സന്തോഷം കൊണ്ടുള്ള നാടുവിടലായിരുന്നില്ല. കൃഷിക്ക് അനുകൂലമായ സാഹചര്യമുള്ള ഒരു സ്ഥലത്തേക്ക് ടൂറായി പോയതുമല്ല മക്ക വിട്ടുള്ള മദീനയിലേക്കുള്ള യാത്ര. അതൊക്കെ പ്രവാചകന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഹസ്വറ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, എന്റെ പ്രിയപ്പെട്ട മക്കേ, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് നീയാണ്.
ഒരു വിശ്വാസിക്ക് തന്റെ ജന്മനാടിനോടുണ്ടാകേണ്ട സ്നേഹം മറ്റുള്ള ചില ദുഷ്ടശക്തികൾ മുസ്ലിമീങ്ങളെ ജന്മദേശത്തോടുള്ള സ്നേഹം പഠിപ്പിക്കാറുണ്ട്. ഒട്ടും സ്നേഹം കാണിക്കുകയോ അല്ലെങ്കിൽ അധിനിവേശ ശക്തികൾക്ക് ഈ മഹാരാജ്യത്തെ ഒറ്റുകൊടുക്കുകയോ ചെയ്ത ആളുകളാണ് വിശ്വാസി സമൂഹത്തെ അത് പഠിപ്പിക്കാൻ വരുന്നത് എന്നത് വലിയൊരു വിരോധാഭാസമാണ്. ജനിച്ച നാടിനെ സ്നേഹിക്കുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് ഹിജ്റയുടെ വേളയിൽ അസ്വറ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് വിശാലമായ മക്കയെ നോക്കിയിട്ട് പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട മക്ക, എന്റെ ജനങ്ങൾ എന്നെ ആട്ടി ഓടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും മക്ക വിട്ട് ഞാൻ പോകുമായിരുന്നില്ല എന്ന്. അതാ ജന്മനാടിനോടുള്ള സ്നേഹം. അത് ഓരോ വിശ്വാസിക്കുണ്ടാകേണ്ടതാണ്. ഇരിക്കട്ടെ, അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നിർണായക ഘട്ടത്തിൽ മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്നത്. അത് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നില്ല മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്നത്. മറിച്ച് ജീവൻ രക്ഷിക്കുവാനും ആദർശത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടിയുമായിരുന്നത്. സത്യനിഷേധികളായ ആളുകൾ പ്രവാചകനെതിരെ കുതന്ത്രം മെനഞ്ഞ സമയത്ത് എന്തിന്? ലിയുസ്ബിതൂക, ആ പ്രവാചകനെ ബന്ധനസ്ഥനാക്കാൻ വേണ്ടി, ഔ യഖ്തുലൂക, അതല്ലെങ്കിൽ പ്രവാചകരെ അങ്ങയെ കൊന്നുകളയാൻ അവർ ചില കുതന്ത്രങ്ങൾ മെനയുന്ന സന്ദർഭത്തിൽ, ഔ യുഖ്രിജൂക, അതല്ലെങ്കിൽ നിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ. വയം കുറൂന, അവർ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വയം കുറുല്ലോ, അല്ലാഹുവും അവിടെ കുതന്ത്രം പ്രയോഗിക്കുന്നുണ്ടായിരുന്നു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, യഥാർത്ഥത്തിൽ എല്ലാവരുടെയും കുതന്ത്രത്തെ അതിജയിക്കുന്നതാണ് അള്ളാഹുവിന്റെ കുതന്ത്രമെന്ന് ഈ മനുഷ്യന്മാര് മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ രക്ഷിച്ചു. ആ പ്രവാചകന്റെ തലക്ക് 100 ഒട്ടകം ഇനാം പറഞ്ഞ സന്ദർഭത്തിലായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹിജ്റ പോകുന്നത്. അവിടെ വലിയ പ്രീ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ഒരു മനുഷ്യനും നട്ടുച്ച നേരത്ത് പുറത്തിറങ്ങാത്ത ഒരു സമയത്ത് കൊടും ചൂടിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാനും ഈ വിവരങ്ങളൊക്കെ അറിയിക്കുവാനും ഒരു പ്രീ പ്ലാനിങ്ങിനും വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തുന്നത്. ആരാരും അറിയാത്ത സന്ദർഭത്തിൽ നട്ടപ്പാതിരക്കാണ് ഹിജ്റ തുടങ്ങുന്നത്. ഏതാണ്ട് മക്കയിൽ നിന്ന് 5 മൈലോളം ദൂരെയുള്ള സൗർ ഗുഹയിലാണ് ഒളിച്ചത്. യഥാർത്ഥത്തിൽ സൗർ ഗുഹ സ്ഥിതി ചെയ്യുന്നത് മക്കയുടെ തെക്ക് വശത്ത് ഏകദേശം യമന്റെ ഭാഗത്താണ്. ആളുകൾ എപ്പോഴും പ്രവാചകനെ കാണാതായാൽ തിരയുക ഏത് ഭാഗത്താണ്? മദീനയിലേക്ക് പോകുന്ന ഭാഗത്താണ്. പക്ഷേ അങ്ങനെയല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്തതും ഒളിച്ചതും. എല്ലാ കാര്യങ്ങളെയും സബബുമായി ബന്ധിപ്പിക്കുകയും മുസബ്ബിബ്, ആ കാര്യകാരണങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സർവശക്തനായ അള്ളാഹുവിൽ തവക്കുലാക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത യഥാർത്ഥത്തിൽ ഈ ഹിജ്റ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. രോഗം വന്നാൽ മരുന്ന് കുടിക്കണം, അതതിൻ്റെ ഒരു സബബ. ഇന്ന രോഗം വന്നാൽ ഇന്ന മരുന്ന് കുടിക്കുക, ഇന്ന നല്ല പ്രഗത്ഭനായ ഡോക്ടറെ കാണുക, അതൊക്കെ ഒരു സബബാണ്. അതേസമയത്ത് ആത്യന്തികമായി രോഗം മാറ്റുന്നതാരാ? അത് അള്ളാഹുവാണ്. അവനാണ് കാര്യകാരണങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന അപരിമേയമായ ശക്തി. ആ അള്ളാഹുവിൽ നമ്മൾ തവക്കുലാക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മരുന്നൊക്കെ കുടിച്ചിട്ട് മരുന്ന് കുടിച്ചില്ല ഇനി എന്തിനാ പ്രാർത്ഥിക്കണമെന്നല്ല. ഏറ്റവും വലിയ മരുന്ന് എന്താണ്? സത്യത്തിൽ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക. നാദാ, നീയാണ് രോഗം ശമിപ്പിക്കുന്നവൻ, മാറ്റുന്നവൻ. നിന്റെ ശമനമല്ലാതെ മറ്റൊരു ശമനമില്ല. രോഗത്തിന് മരുന്ന് കുടിക്കുന്ന വിശ്വാസിയുടെ വിശ്വാസം അങ്ങനെയാകണം. ലാ ശിഫാ ഇല്ലാ ശിഫാഉക, ശിഫാ ലാ യുഗാദിറു സഖമൻ വലാ അലമ. ഒരു വേദനയും ഒരു രോഗവും ബാക്കിയാക്കാത്ത രൂപത്തിൽ നാദാ നീ എന്നെ ബാധിച്ച ഈ രോഗം സുഖപ്പെടുത്തി തരണമേ എന്ന് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നതിന്റെ പിന്നിലുള്ള പ്രചോദനം അതാണ്.
അള്ളാഹുവിന്റെ പ്രവാചകൻ ഹിജ്റ പോയപ്പോ ആളുകളുടെ കണ്ണു വെട്ടിച്ചു. സൗർ ഗുഹയിൽ 3 ദിവസം നിന്നു. അവിടേക്ക് ഭക്ഷണം എത്തിക്കാൻ ആവശ്യമായ ഏർപ്പാടുകൾ ചെയ്തു. മരുഭൂമിയിലൂടെ നടക്കുമ്പോ ആ മരുഭൂമിയിലൂടെ വഴി കാണിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഗൈഡിനെ പ്രവാചകൻ കണ്ടെത്തി. വിശ്വസ്തനായ ഒരു അമുസ്ലിം സുഹൃത്തിനെ, അബ്ദുല്ലാഹിബിന് ഉറൈഖിത്ത്. അതുപോലെ തന്നെ ആടുമേക്കാൻ ആമിറുബിന് ഫുഹൈറയെ ഏൽപ്പിച്ചു. അങ്ങനെ ഓരോന്നും വളരെ പ്രീ പ്ലാൻഡ് ആയിരുന്നു. അതിലാണ് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഒരു വിശ്വാസി തവക്കുലിൽ എത്തിച്ചേരേണ്ടത്. ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ എന്തേന്നറിയില്ല, പഠിച്ചവന്റെ സഹായം ഉണ്ടായില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടെ ചെയ്തിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നത്. ആരൊക്കെയോ കാണുന്നുണ്ട് വഴിയിൽ വെച്ച്. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. മുഹമ്മദ് നബി ആണോ എന്നറിയാൻ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കളവ് പറയാതെ ചില കാര്യങ്ങൾ മറച്ചു വെച്ചു. അങ്ങനെ ചിലപ്പോൾ പറയേണ്ടി വരും. തൗരിയത്ത് എന്നാണ് അതിന് അറബിയിൽ പറയുന്ന പേര്. നിങ്ങൾ ആരാ? ഞാൻ ഇയാൾക്ക് എന്റെ മുന്നിലുള്ള ഈ വയസ്സനൊന്ന് വഴി കാണിച്ചു കൊടുക്കുന്ന ആളാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി അതാ. അവിടെ വയസ്സൻ എന്ന് പറഞ്ഞത് പ്രവാചകനെ സംബന്ധിച്ചാണ്. വഴി കാണിച്ചു കൊടുക്കുന്ന ആള് എന്ന നിലക്ക് അവിടെ ആ പറഞ്ഞതിൽ തെറ്റുമില്ല. ഈ രൂപത്തില് പോയി. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരു സംഗതി നോക്കുമ്പോൾ സബബും മുസബ്ബബും തവക്കുലും തമ്മിലുള്ള ബന്ധം അവിടെ സുറാഖത്ത് ബിനു മാലിക് എന്ന അശ്വരൂഢനെ കണ്ടെത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, പിന്നിൽ അബൂബക്കറാണ് എന്ന് കൃത്യമായി അറിഞ്ഞ സുറാഖത്തിന് പക്ഷെ അങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ കുതിരകളുടെ കാലുകൾ മണലിൽ പൂണ്ടുപോകുന്നു. ഇത് പലവട്ടം ആവർത്തിച്ചപ്പോ സുറാഖത്ത് മനസ്സിലാക്കി ഇത് പ്രവാചകന്റെ മുഅ്ജിസത്താണ്. ഓടിച്ചെന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, ഞാൻ സുറാഖത്താണ്. പ്രവാചകൻ, ഞാൻ സുറാഖത്താണ്, അറബികളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല അശ്വാരൂഢനായ ആൾ. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു പ്രയാസത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളെ കുറിച്ച് ആരോടും പറയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ഭക്ഷണമുണ്ട്, എന്റെ കയ്യിൽ വെള്ളമുണ്ട്, അത് രണ്ടും ഞങ്ങൾക്ക് നൽകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണം ആവശ്യമില്ല, നിങ്ങളുടെ വെള്ളവും ആവശ്യമില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളെ തെരഞ്ഞ ആളുകൾ ഇങ്ങനെ വരുമ്പോൾ ഒന്ന് മിസ്ഗൈഡ് ചെയ്താൽ മതി. ഏത് ഇങ്ങോട്ട് നിങ്ങൾ നോക്കേണ്ടതില്ല, അവിടെയൊക്കെ ഞാൻ നോക്കിയതാണ്, മുഹമ്മദിനെയും കൂട്ടുകാരനും നിങ്ങൾ വേറെ എവിടെയെങ്കിലും തെരഞ്ഞോളൂ എന്ന് പറഞ്ഞ ഒന്ന് മിസ്ഗൈഡ് ചെയ്താൽ മതി. താങ്കൾക്ക് ഞാൻ ഹുർമുസിന്റെ മകൻ പേർഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ വളയുണ്ടല്ലോ, സ്വർണത്തിന്റെ വളയും ആ കിരീടവും താങ്കളെ ഞാൻ അണിപ്പിക്കും. ഇതാണ് വിശ്വസിക്കാനായില്ല സുറാഖത്തിന്. സുറാഖത്ത് പിന്നെയും ചോദിച്ചു, അല്ല റസൂലെ എന്താ പറയണത്? പേർഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരം മുസ്ലിമീങ്ങൾ പിടിച്ചടക്കുമെന്നും അവിടുത്തെ സ്വർണ്ണാഭരണങ്ങൾ എന്റെ കയ്യിൽ അണിയിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? പ്രവാചകൻ പറഞ്ഞു, അതെ, അത് സംഭവിച്ചു. സുറാഖത്ത് പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഈ പേർഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരം മുസ്ലിമീങ്ങളുടെ അധീനതയിൽ വന്നപ്പോ ആ സേനാനായകന്മാർക്ക് അവിടുത്തെ കൊട്ടാരത്തിലെ ഈ സ്വർണവളയങ്ങളും കിരീടങ്ങളും കൊണ്ടുവരുന്ന ആളുകൾക്ക് വലിയ സ്വീകരണം കൊടുത്തപ്പോ ആ കൂട്ടത്തിൽ സുറാഖത്ത് ബിനു മാലിക് ഉണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മറന്നില്ല പ്രവാചകന്റെ ആ പ്രഖ്യാപനത്തെ. അദ്ദേഹം ചോദിച്ചു, ഈ ആൾക്കൂട്ടത്തിൽ എവിടെയെങ്കിലും സുറാഖത്തുണ്ടോന്ന്. സുറാഖത്ത് ഇങ്ങനെ ഏന്തി വലിഞ്ഞ് തല നിവർത്തിപ്പിടിച്ചിട്ട് കൂട്ടത്തുനിന്ന് പറഞ്ഞു, പ്രവാചകരെ ഞാനിവിടെ, ഉമർ ഇബ്നുൽ ഖത്താബ് അമീറുൽ മുഅ്മിനീൻ, ഞാനിവിടെ ഉണ്ട്. അദ്ദേഹത്തെ വിളിച്ചിട്ട് ആ സ്വർണത്തിന്റെ വളയങ്ങൾ അണിയിച്ചു എന്നത് ചരിത്രമാണ്. സുഹൈബ് റൂമിയുടെ ചരിത്രം മറക്കാനാവാത്താണ്. അത് ഒരു ഇസ്ലാമിന് വേണ്ടി ബലിയർപ്പണം നടത്തിയ മഹൽ വ്യക്തിത്വത്തിന്റെ ചരിത്രമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങളും സന്ദേശങ്ങളും പാഠങ്ങളും ഹിജ്റയിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ആ പാഠങ്ങൾ ഉൾക്കൊള്ളുക. അള്ളാഹു നമ്മെ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും വിശ്വാസി സമൂഹത്തിന്റെ ഇസ്സത്ത് വീണ്ടെടുക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.
الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. ഹിജ്റ വിശ്വാസി സമൂഹത്തിന് നൽകുന്ന വിവിധങ്ങളായ പാഠങ്ങളും സന്ദേശങ്ങളുമുണ്ട്. അതേക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഹിജ്റയുടെ പശ്ചാത്തലത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസി സമൂഹത്തെ പഠിപ്പിച്ച ഒരു സംഗതിയാണ് നിയ്യത്തിന്റെ പ്രാധാന്യം. നിയ്യത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് മുസ്ലിം ഉമ്മത്തിൽ വലിയ ധാരണ പിശക് സംഭവിച്ച കാര്യമാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, ഒളുണ്ടാക്കാൻ നിൽക്കുമ്പോൾ, നിസ്കാരം എന്ന ഫർളായ നിസ്കാരം സഹിയാകാൻ വേണ്ടി ഉളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നിങ്ങനെ വെള്ളം കയ്യിൽ പിടിച്ചു കണ്ട് പറയുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും ആ വെള്ളം ചോരാതെ ഓൾക്ക് ഒളുണ്ടാക്കിയിട്ടുണ്ട് കയറാൻ പറ്റലില്ല, ഓൾക്കുട്ടി അമായത്ത് ഇട്ടലുമില്ല. അതൊരു ശോക്കടാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നിയ്യത്ത് പറഞ്ഞു വെച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ഹജ്ജിന്റെ വേളയിൽ മാത്രമാണ് മറ്റുള്ളവർക്ക് കേൾക്കാൻ വേണ്ടി ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജത്തൻ എന്ന് ഉറക്ക നിയ്യത്ത് വെച്ചത്. ഉംറന്റെ സമയത്തും അങ്ങനെ തന്നെ. എന്താണ് നിയ്യത്ത്? അത് നമ്മളെ സുന്നി മദ്രസയിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് ഷർത്തുൻ നിയ്യത്തി അൻ യസ്തഹ്ദിറഹാ ഫിൽ ഖൽബ്. നിയ്യത്തിന്റെ ഷർത്ത് എന്താണ്? അത് ഹൃദയത്തിൽ ആ സംഗതിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാവുക എന്നതാണ്. ഇത്രയേ ഉള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനാണ് നിയ്യത്തിനെ പറ്റി പറഞ്ഞത്? പ്രവാചകൻ പഠിപ്പിച്ചത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ അമലുകളുടെയും സ്വീകാര്യത നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് ഉത്തമമായ ഒരു ബോധ്യവും വിശ്വാസവും മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ഒരു കരുതലും, ഇന്റൻഷൻ എന്നാണ് അതിന് ഇംഗ്ലീഷ് പറയാം, അതുണ്ടാവണം. അതാണ് നിയ്യത്ത്, അത് പറയലല്ല. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു ഇന്നമാലിക്കുല്ലിം ഇൻമാ നവാ, ഏതൊരു മനുഷ്യനും അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അവന്റെ മനസ്സിലെ നിയ്യത്ത് എന്താ അതിനനുസരിച്ചാണ് കൂലി. ഫമൻ കാനത് ഹിജ്റതുഹു, ആരെങ്കിലും മക്ക വിട്ട് മദീനയിലേക്ക് വിശുദ്ധ പലായനം നടത്തുന്നത് ഇലല്ലാഹി വറസൂലി, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ആജ്ഞ അനുസരിച്ചുകൊണ്ട് ആണെങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി, അത് സ്വീകാര്യയോഗ്യമായ ഹിജ്റയാണ്. വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയൻ യുസീബുഹാ, എന്തെങ്കിലും ദുന്യവിയായ നേട്ടം ലഭിക്കാനാണ് ഇനി ഒരാള് മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്നത്, അതല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനാണെങ്കിലോ ഫഹിജ്റതു ഇലാ മാ ഹാജറ ഇലൈഹി, അവന് ആ കാര്യത്തിനാണ് ഹിജ്റ പോയത്. അതിന് പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടൂല. നമ്മൾ ഏത് അമല് ചെയ്യുമ്പോഴും ഏത് നല്ല ഒരു സൽക്കർമ്മം ചെയ്യുമ്പോഴും അത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കിട്ടാനുള്ള ഒരു നിയ്യത്തോടു കൂടി ആയിരിക്കണം എന്ന കാര്യം കൂടി ഈ നിയ്യത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന ഇബാദത്തുകൾക്ക്, സൽക്കർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സദുദ്ദേശ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സഫലീകരിച്ചു തരുമാറാകട്ടെ. നമ്മിൽ നിന്നും രോഗികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഉറ്റവർ ഉടയവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുകയും അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات يا مجيب الدعوات ويا قاضي الحاجات. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا
ربنا إنك رؤوف رحيم اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تدع ذنبا إلا غفرته ولا عيبا إلا سترته ولا هما إلا فرجته ولا مرضا إلا شفيته ولا حاجة من حوائج الدنيا والآخرة إلا قضيتها ويسرتها لنا يا أرحم الراحمين.